കല്ലുമലക്കതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവച്ചു പോവും കന്നിക്കതിരാണേ. കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളോരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ. എള്ളോളം തരിപ്പന്നെന്തിനാ തനി തഞ്ചാവൂര് പട്ടെന്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടിയേ. കണ്ടു കൊതിച്ചവർ ചെണ്ണും കൊണ്ടെന്നും പണ്ടേ പണ്ടേ കറക്കാടിയേ വണ്ട് പോലെ പറക്കാടി. ഇങ്ങനെയുള്ള പല ആവേശ കാഴ്ചകൾ നമുക്ക് ഈ രഥോത്സവത്തിനിടയിൽ കാണാം. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, വലിയ ആളുകളുണ്ട്. നാടിന്റെ അതെല്ലേ മിടുക്കൻ കഴിഞ്ഞ കൊല്ലത്തിന്റെ മേലത്തോല്ല 7 പഠിക്കുമ്പോ ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 9. ഏഷ്യാനെറ്റ് ന്യൂസിൽ പോയിട്ടുണ്ട്. അമീനമ്മയുടെ ഇന്റർവ്യൂ. ചെയ്തിട്ട് പാട്ട് പാടുവോ? ഒരു വരി ഇപ്പൊ പാടാട്ടോ, പിന്നെ അവസരമില്ല. അതെ, ഇപ്പൊ പാടിയാ പാടാം. ചെണ്ടക്കാരനാണോ? ടീമുണ്ട്, അവിടെ വന്ന ഞങ്ങളൊരു ഫാമിലി പോലെ. മലയാളം ടീമിന്റെ ആൾക്കാരാണ് ഇവര്. അവിടെ പരിപാടിയൊക്കെ ആയിട്ട് പോകാറൊക്കെ ഉണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? അടിപൊളി പാട്ടുണ്ടോ കയ്യില്? ഒന്നും പഠിക്കാൻ എല്ലാരും കൈയടിച്ചു കൊടുക്കൂലേ? പാടിക്കോ. ചെമ്പട നേർത്താളമാടും കണ്ണകി മീന ചൂടിലും മേഴകേ പറമുടിയാടുന്ന പൊൻകതിരിന് പട്ടുടുത്തൊന്നു 100 പച്ച പൊൻകുരുത്തോല കണ്ണിന് ആടുപൂ കുടച്ചേലഴകേ കന്നരം പാടണ കാവിലെന്ന് കാലമാറാടുന്നോരമ്മേ പൊന്നിങ്കൽ കല ചാർത്തും എൻ്റെ ചെറുപാതിൽ ചേർത്തി എൻ്റെ അമ്മേ എൻ്റെ നാടുണർത്തി എൻ്റെ അമ്മേ അടിപ്പൂ മുടിയാടും കാവിൽ അടപ്പൂ മലരേ വട്ടപ്പൂ മുടിയാടും കാവിൽ രച്ചിപ്പൂ വഴകേ അടിപ്പൂ മുടിയാടും കാവിൽ അടപ്പൂ മലരേ വട്ടപ്പൂ മുടിയാടും കാവിൽ രച്ചിപ്പൂ വഴകേ. പാട്ട് സ്റ്റൈലിലായിരുന്നു. അങ്ങനെ യാദവ് ഈ രഥോത്സവ വീതിയിലെ താരമാവുകയാണ്. അതുകൊണ്ട് നമുക്കിതാ ഇതുപോലെയുള്ള കാഴ്ചകൾ ഈ തെരുവിന് അങ്ങോളം ഇങ്ങോളം കാണാം. ഈ തെരുവും നിറയെ ജനസാഗരം എന്ന് പറയാം. പക്ഷെ അത്രയധികം ആളുകളാണ്. ഇവിടെ വേറെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ ഈ പൂരത്തിനൊക്കെ പോയ മുഴുവൻ പുരുഷന്മാരായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. സ്ത്രീകൾ ഇതിന് വലിയ ഭാഗം കൂടിയാണ്. ആണ് സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി മത ഭേദമന്യേ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. നമ്മുടെ ഒരു പൈതൃക ഗ്രാമമാണ് ഇത്. ആ പൈതൃകത്തെ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ക്രൗഡിനെ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ദേവരഥ സംഗമത്തിന്റെ സമയത്തേക്ക് അടുക്കുകയാണ്. അതെ, ഇനി കുറച്ച് നിമിഷങ്ങളാണുള്ളത്. ഒരാണ്ടിന്റെ കാത്തിരിപ്പിന് ഇനി ശേഷിക്കുന്ന നിമിഷങ്ങൾ മാത്രം. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണാൻ പോവുകയാണ് 6 രഥങ്ങൾ ഈ കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥിയിലൂടെ സംഗമിക്കുന്ന അത്യപൂർവ കാഴ്ചയ്ക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്ലേ? ഓരോ തേരും ഓരോ ക്ഷേത്രങ്ങളാണ് എന്നാണ് വിശ്വാസം. അത് ശിവന്റെ ക്ഷേത്രമാണ്. ശിവന്റെയും പരമശിവന്റെയും മക്കളുടെയും സഞ്ചരിക്കുന്ന ക്ഷേത്രം. അതെ, അങ്ങനെ ആ ക്ഷേത്രങ്ങളുടെ മുഖാമുഖം വരലാണ്. നമ്മൾ രാവിലെ വന്നപ്പോൾ മുതൽ ഒരു തേര് അവിടെ നിശ്ചലമായി കിടക്കുന്നുണ്ട്. വെയില് ഭയങ്കരമാണ്. ഞങ്ങൾ രാവിലെ വന്നാണ്. മലപ്പുറം ഇത് കാണാൻ വന്നതാണോ? അതെ 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഞങ്ങൾ വരാറുണ്ട്. സ്ഥിരമായിട്ട് വരാറുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ട്. വലിക്കുമ്പോൾ ഒരു ആവേശം. വലിക്കാറില്ല, കാണുമ്പോൾ ഒരു ആവേശം. വലിക്കുമ്പോൾ അവർ ഒരുമിച്ച് വിളിച്ച് വലിക്കുമ്പോൾ ഒരു ആവേശം അല്ലേ? പിന്നെ പാലക്കാട് പൊതുവെ നല്ല ചൂടാണ്. പക്ഷെ ചൂടിനെ പോലും വക കണ്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയാണ്. ഭയങ്കര ചൂടാ. ചൂടിനെയും മഴയെയും ഒന്നും വകവയ്ക്കാതെ വലിയ ആവേശത്തിലാണ് വലിയ സംഘം ആളുകൾ. മിടുക്കിനെയും മിടുക്കിയൊക്കെ കണ്ടെത്ത് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം നിങ്ങളിലേക്ക് വരാം പെട്ടെന്ന്.